ടൈൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു വർക്കോടെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൽ 23 ലക്ഷം രൂപ എക്സ്പെൻസിൽ നിർമ്മിച്ച വീടാണ് നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു ചെറിയ വീടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ വരെ കാണണം. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം വീട്ടിലേക്ക് പോകും. നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗാർഡൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാനൈറ്റ് എല്ലാം നമ്മൾ ഡബിൾ ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ തിക്നെസ് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു പില്ലർ വന്നിട്ടുണ്ട്. പില്ലറിൽ നമ്മൾ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിന്റെ എൻഡിലായിട്ടും അതിന്റെ അടിഭാഗത്തായിട്ടും നമ്മൾ ഗ്രാനൈറ്റിന്റെ ഓരോ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വിൻഡോ എല്ലാം മെറ്റലാണ്. ഡോർ വന്നിരിക്കുന്നത് സ്റ്റീൽ ഡോർ ആണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന സ്റ്റീൽ ഡോർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറിയാൽ എൻ്റെ റൈറ്റ് സൈഡിലൊരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ TV സ്റ്റാൻഡ് ഉൾപ്പെടെ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് മെറ്റലാണ്. മെറ്റൽ പൈപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിൽ മറൈൻ വുഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാൾ പാർട്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വാൾ പാർട്ടീഷൻ്റെ ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ പണിതതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. സംഭവം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു വീടൊക്കെ. വൈറ്റ് ടൈലാണ് ഞങ്ങൾ ഫ്ലോർ കൊടുത്തിരിക്കുന്നത്. ജോൺസന്റെ 2x4 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഇട്ട ടൈമിൽ ഞങ്ങൾക്ക് അതൊരു ബോറിംഗ് ആയിട്ട് തോന്നി, കൂടുതൽ അഴുക്ക് പറ്റാനും. പക്ഷെ അതിന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം 3mm സ്പേസറും ബ്ലാക്ക് എപ്പോക്സിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് നല്ല മനോഹരമായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല മനോഹരമായിട്ട് തന്നെ അത് കിടപ്പുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് ആ സംഭവം കിടക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിന് നേരെ കിച്ചണിലോട്ട് കയറിയാൽ ഈ സെയിം ടൈല് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് ഷെയ്ഡും വരുന്ന രീതിയിലുള്ള ടൈലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കിച്ചൺ കബോർഡ്സും കിച്ചൺ ടോപ്പും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് വോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വൈറ്റിലൊരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. കിച്ചൺ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഗാലക്സി ആണ്. ഗാലക്സി ഈ നാനോ വൈറ്റിനേക്കാളും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത് ഗാലക്സി തന്നെയാണ്. കാരണം കല്ല് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ്. ഗാലക്സിക്ക് ഒത്തിരി കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നുമില്ല. നാനോ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുക്കുകയും ചെയ്യണം, പക്ഷെ അതിന് ഡാമേജ് ആകാൻ കൂടുതൽ ചാൻസ് ആണ്. പക്ഷെ ഈ ഗാലക്സി എന്ന് പറയുന്ന സാധനം പെർഫെക്റ്റ് ആണ്. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് സാധനമാണ്. അപ്പൊ ഞങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഗാലക്സിയാണ്. അതാണ് ക്ലയൻസിന് കൂടുതലായിട്ടും പൈസ കുറവും നല്ല നീറ്റായിട്ട് കിട്ടുന്ന ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഗാലക്സി തന്നെയാണ് എപ്പോഴും. നമുക്ക് കിച്ചണകത്ത് കബോർഡ്സ് വന്നിട്ട് അലൂമിനിയം കബോർഡുകളാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡാണ് അവർ അതിനെ കൊടുത്തിരിക്കുന്നത്. ഇത് സ്ലാബിലാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത്. സ്ലാബ് ചെയ്ത് ഞങ്ങൾ പരക്കണയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം കബോർഡ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് അലൂമിനിയം വർക്കാണ്. വർക്ക് ഏരിയ വരുന്നുണ്ട്. ഈ വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു അടുപ്പ് നമുക്ക് അത്യാവശ്യം ചോറും കറിയൊക്കെ വെക്കാനും വാഷിംഗ് മെഷീനും ഒക്കെ ഉള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇൻസൈഡ് തന്നെ ആക്കിക്കൊണ്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വാഷ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഈ വാഷ് ഏരിയ വരുന്ന പറഞ്ഞാൽ സ്റ്റെയറിന്റെ അടിയിലായിട്ടുള്ള സ്പേസിലാണ് അവർ ആ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വളരെ ക്യൂട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് മിററെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു കബോർഡ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാഷ് ഏരിയയോട് ചേർന്ന് ഒരു അയൺ ബോക്സ്, അയണിങ് നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഏരിയ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിന് അടിയിൽ ചുമ്മാ ഒരു കബോർഡ്സ് കൊടുത്ത് കവർ ചെയ്യാതെ അവിടെ ഒരു അയൺ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുള്ള സിമ്പിളായിട്ട് നിന്ന് അയൺ ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം അവർ ആ സ്റ്റെയറിനടിയിൽ തന്നെ ആ സ്പേസ് ഒരു വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 റൂംസ് ആണ് വരുന്നത്. ഒരു 140 സ്ക്വയർ ഫീറ്റോളം വരുന്ന 2 റൂമുകളാണ് വരുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടി ചേർന്ന് സ്റ്റഡി ടേബിൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഏകദേശം ഒരു 160 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് സ്പേസർ വർക്കാണ്. 2x4 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. നമ്മൾ സ്റ്റെയറിനോട് ചേർന്ന് വേറെ റൂം വരുന്നുണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ള 2 റൂംസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. റൂംസ് എല്ലാം ഞങ്ങൾ ജോയിന്റ് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടൈലാണ് എല്ലാ റൂമിലും, ഹാളിലും, ലിവിങ്ങിലും, ഡൈനിങ്ങിലും എല്ലാം സെയിം ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും സെയിം പാറ്റേണിൽ 2x4 ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ജോൺസന്റെ ടൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർസ് വന്നിരിക്കുന്ന ഹാൻഡ് റെയിൽസ് വന്നിരിക്കുന്നത് ഫുള്ള് മെറ്റലാണ്. മെറ്റലില് തടിയുടെ ഫിനിഷിങ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർസ് നോക്കിയാൽ ടോപ്പ് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ടൈലാണ്. 2x4 ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കൊടുത്ത് റൈസേഴ്സും സ്കേർട്ടിങ്ങും കൊടുത്തിരിക്കുന്നത് ഈ ഹാളിന്റെ തന്നെ ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീടിന്റെ ഫുള്ള് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എസ് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ് ആണ്. അവർ കോട്ടയം കേന്ദ്രീകരിച്ചാണ് അവരുടെ വർക്ക് മുഴുവൻ നടക്കുന്നത്. അപ്പം അത്യാവശ്യം വർക്കും കാര്യങ്ങളുള്ള ടീംസ് ആണ്. അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവർ നമ്മൾ നമ്പർ വെക്കുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലാണ് തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ഏറ്റെടുക്കുന്നതാണ്. നീറ്റായിട്ട് ചെയ്യുന്നതുമായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നത്. ബൈ.